ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിന്റെ അന്നത്തെ പ്രതികരണം. ഇന്ന് അറസ്റ്റിലാകുമ്പോൾ പ്രശാന്ത് ആരോപിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയും. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രശാന്തിന്റെ അന്നത്തെയും ഇന്നത്തെയും വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അയാൾ ആദ്യമായി ചില മാധ്യമങ്ങളിൽ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് വ്യാജമായ ആരോപണമാണ്, ഇങ്ങനൊരു സാധനം അവിടെ ഇല്ല. ഇവിടെ ഈ ഭഗവാന്റെ ഒരു തരി പൊന്നായാലും സ്വർണ്ണമായാലും കട്ടുകൊണ്ടു പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും കാഴ്ചപ്പാട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. അതായത് 2019 ഇതിൽ ഡയറക്ടറായ ബന്ധമുള്ള ആളുകളെ പോലും പ്രസിഡന്റുമാരെ ഉദ്യോഗസ്ഥന്മാരെ പോലും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇവർ ചോദ്യം ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ അത് അറസ്റ്റിലേക്ക് പോകുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഗൂഢാലോചന തന്നെ ഉറപ്പായിട്ടും ഉണ്ടല്ലോ, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. നിലവിൽ നേരത്തെ തന്നെ മറ്റു ആരെയും അറസ്റ്റ് ചെയ്യാതെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത് കൂടുതലായിട്ടാണ്. അത് ആദ്യമായിട്ട് ബാക്കിയുള്ളവരെല്ലാം അവർ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യില്ല. ഇതിപ്പോ നമ്മൾ വിളിച്ചു വരുത്തിയാൽ പോകുമായിരുന്നല്ലോ, പിടികിട്ടിയ പുള്ളിയൊന്നും അല്ലല്ലോ, രാജ്യദ്രോഹിയല്ലല്ലോ. അപ്പൊ പിന്നെ ഇവർ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? നിയമപരമായിട്ട് മുന്നോട്ട് പോകും. പിന്നല്ല.